രണ്ടുപേരും കോംബോ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കോംബോ ആണ്. പിന്നെ കിട്ടല്ലോ വിനായകന്റെ കോമഡി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. വില്ലനൊക്കെ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ലല്ലോ അല്ല നമ്മൾ കണ്ടിരിക്കുന്ന ഇതൊരു വേറൊരു ക്യാരക്ടറാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവും. അടിപൊളിയാണ്. എന്തായാലും രണ്ടുപേരും അടിപൊളിയാണ്. വളരെ നല്ല സിനിമയാണ്. വിനായകനും സുരാജും തകർത്ത് അഭിനയിച്ചു. നല്ല സിനിമയാണ്, നല്ല കഥയാണ്. എല്ലാം നമുക്കൊട്ടും ബോറിംഗ്, എല്ലാം കണക്ട് ചെയ്ത് പോകുന്ന നല്ലൊരു സിനിമയാണ്. എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സീൻസും എല്ലാവരെയും വെൽ പ്ലേസ് ചെയ്ത് നല്ലൊരു മൂവി. മൊത്തത്തിലൊരു ഫണ്ണി എലമെന്റ് കിടപ്പുണ്ട് ഈ പടത്തിൽ. അതിന് എല്ലാവർക്കും നല്ല രീതിയിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. കാണുന്ന പോലെ ഒരു കോമഡി പടമല്ല, ഇച്ചിരി സീരിയസ് ആണ് പടം. ഓൺ ടൈം വാച്ച് കുഴപ്പമില്ല, രണ്ടുപേരും നന്നായിട്ടുണ്ട്. നമ്മുടെ സുരാജും വിനായകനും നന്നായിട്ടുണ്ട് പടം. ഇന്റർവ്യൂവിൽ വരെ ഒരു കോമഡിയാണ്, പക്ഷേ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ഒരു പടം കേട്ടോ. കോമഡി ഭയങ്കരമായിട്ടില്ലെങ്കിലും ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് പടം പോകുന്നത്. അപ്പോൾ ഇവർ നമ്മളൊരു കോംബോ സീൻസൊക്കെ നല്ല രസമുണ്ട്. വിനായകനാണ് കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. വിനായകന്റെ കോമഡി വർക്കൗട്ടായോ? കോമഡി ഭയങ്കരമായിട്ട് പടത്തിലില്ല. ഒരു പകയുടെ രണ്ടുപേരും പകയുടെയാണ് സംഭവം പറഞ്ഞു വന്നത്. ഞാൻ കണ്ടു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസും ബഹളവും. എന്തായാലും ഒരുപാട് സന്തോഷം. വിനായകൻ ബായി വന്നില്ല, ഞാൻ മാത്രമേ എത്തിയുള്ളൂ. ഇതൊരു പ്രത്യേകതരം വൈരാഗ്യമുള്ള ഒരു സിനിമയാണ്, വൈരാഗ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരോടും പറയുക, കാണാത്തവർ ഈ സിനിമ കാണുക. തെറ്റ് വടക്ക്. താങ്ക് യു. വിനായകൻ്റെയും ഒരു കോമ്പോയിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെൻഡായത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ബോഡി ലാംഗ്വേജും രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഒരുപാട് കോമഡികളിലൂടെ പോയ സിനിമയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കേസ് നടത്തി അങ്ങനെ ഒരു വൈരാഗ്യം, രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈരാഗ്യം, അത് അവരുടെ ചെറുപ്പകാലത്ത് തുടങ്ങിയിട്ട് അവരുടെ ഒരു പ്രായമാവുന്നവരെ ഒന്നിൽ മരണം വരെ, മരണത്തിന് ശേഷവും വരെയുള്ള ഒരു പ്രത്യേക ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനായകൻ്റെ ഡാൻസിൻ്റെ ഒരു സോങ്ങും ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു സുരാജിൻ്റെ സോങ്ങും അവർ രണ്ടുപേരും അധികം ഗംഭീരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പക, അവരുടെ ഗൃഹനാഥന്മാരുള്ള പക, അതിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഫാമിലികൾക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു കുടുംബയാത്ര എന്ന രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് തെക്ക് വടക്ക് എന്ന സിനിമ. എടുത്തു വരേണ്ടത് ഇത് തന്നെയാണ്. പക നമുക്ക് മനുഷ്യനെ എത്രത്തോളം പക, ചില സീനുകളിൽ നമുക്ക് തോന്നിയത് കോമഡിയാണോ ഇവർ ചെയ്യുന്നത്, സീരിയസ് ആണോ, പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് പക കൊണ്ട് നടക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. നമുക്കറിയാം ആ ഒരു രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും മികച്ച പെർഫോമൻസിലുള്ള നല്ല ഫാമിലി മൊമെൻറ്റ്സുള്ള ഒരു സിനിമയാണ് തെക്ക്. വിനായകൻ്റെ പെർഫോമൻസ് ആണ്. പക്ഷേ കോമഡി ചിലർക്ക് വർക്കൗട്ടായി, ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഫാമിലി ആയിട്ടാണ് വയലൻസിനായി ആവുന്നില്ല. രണ്ടുപേരുടെ പകയാണ് കാണിക്കുന്നത്.